അപ്പൊ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് അതിനോടൊപ്പം തന്നെ കാര്യങ്ങളും ചോദിക്കാം, പറയാം. ശ്രദ്ധയോടെ കേൾക്കുക. എന്റെ അപേക്ഷ, ഓരോരുത്തരും അവരവരുടെ സ്വന്തം മനസ്സും ബുദ്ധിയും കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്വന്തം മനസ്സും ബുദ്ധിയും കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ആര് പറയുന്നതും ശ്രദ്ധാപൂർവം കേൾക്കുകയും പ്രവാചകൻ പഠിപ്പിച്ചു ചൈനയിൽ പോയും അറിവ് നേടണം എന്ന്. അപ്പൊ എവിടെ നിന്ന് എന്ത് നോളജ് കിട്ടിയാലും ശരി, അത് സ്വന്തം ജീവിതം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അറിവ് വർദ്ധിപ്പിക്കാനും തമ്പുരാൻ പറയുന്നു. അപ്പൊ അറിവ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അറിവില്ലാത്തവൻ മാത്രമാണ് ഏറ്റവും വലിയ തലവേദന. ആദ്യം നമുക്കുണ്ടാവേണ്ട തിരിച്ചറിവ്, പല അറിവും നമുക്കില്ല എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്, ആദ്യത്തെ അറിവ്. നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം. അതിൽ ആ സ്രഷ്ടാവ് ദൈവത്തിന്റെ വചനങ്ങൾ എത്തിച്ചേർന്നു ശ്രീകൃഷ്ണനിലൂടെ അർജുനനിൽ. എന്താ പറഞ്ഞതെന്നറിയാമോ? ദൈവം ആത്മജ്ഞാനം നേടണം എന്നാഗ്രഹിക്കുന്ന, സത്യം എന്താണെന്ന് അറിയണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ മാത്രമേ പ്രഭാഷണം നടത്താൻ പോകാവൂ, അല്ലാതെ ലൗകിക സുഖഭോഗികളുടെ മുമ്പിൽ പ്രഭാഷണം നടത്താൻ പോകരുത്. അവന് നീ പറയുന്നതിലെ ജ്ഞാനം മനസ്സിലാകില്ല. അത് കലവും കമിഴ്ത്തി കലത്തിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന കണക്കായിരിക്കുമെന്ന്. കാരണം അവന് ചെറിയ മൊബൈലിന് പകരം വലിയ മൊബൈൽ വേണം, ചെറിയ കാറിന് പകരം വലിയ കാർ വേണം, ചെറിയ വീടിന് പകരം വലിയ വീട് വേണം, ചെറിയ ടിവിക്ക് പകരം LED വേണം. ഇങ്ങനെ മനസ്സാസക്തമായി ഭൗതിക വസ്തുക്കളുടെ പുറകെ ഓടുന്നവരുടെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിശുദ്ധ ബൈബിളിൽ ആ സ്രഷ്ടാവിന്റെ, പടച്ചവന്റെ, ദൈവത്തിന്റെ വചനങ്ങൾ ജീസസ് ക്രൈസ്റ്റിലൂടെ ജനങ്ങളിലെത്തി. സുഭാഷിതങ്ങൾ. അതിലെന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? പരിഹാസകന്മാരുടെ മുമ്പിലും വിഡ്ഢികളുടെ മുമ്പിലും ഭോഷന്റെ മുമ്പിലും പ്രസംഗിക്കാൻ പോകരുത്. നീ പറയുന്നതിലെ ജ്ഞാനം അവർക്ക് മനസ്സിലാകില്ല. അവർ നിന്നെ പരിഹസിക്കും, വേണമെങ്കിൽ ക്ഷതവും ഏൽപ്പിക്കുമെന്ന്. അതാണ് ഈ മൂല്യബോധന ജാഥ ഗവൺമെന്റിന് വേണ്ടി കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വിമൻസ് കോളേജിൽ എത്തിച്ചേർന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ കൂക്കിലൂടെ ആ പരിഹാസം എനിക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത്. എന്നാൽ അറിവ് തേടണം, ജ്ഞാനം തേടണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ പ്രഭാഷണം നടത്തൂ. അവർ ഏറെ ജ്ഞാനിയാകും, അവർ നിന്നെ സ്നേഹിക്കും എന്ന്. അതാ നിങ്ങളിപ്പോ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹം കിട്ടുന്നത് അറിവിന് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ പടച്ചവൻ പറയുന്നു, എന്താ പറയുന്നത്? ഓരോ അറിവുള്ളവനും മനസ്സിലാക്കുക, അവനേക്കാൾ അറിവുള്ളവൻ അവന് മുകളിലുണ്ട് എന്ന്. ഒരൽപ്പം അറിവും വെച്ചുകൊണ്ടാണ് നമ്മളിൽ പലരും അഹങ്കരിക്കുന്നത്. ഇപ്പൊ 10A+ വാങ്ങിച്ചു, 5-6A+ വാങ്ങിച്ചു, ഇല്ലെങ്കിൽ MSc എടുത്തു, B.Ed എടുത്തു, PhD എടുത്തു, പിന്നെ തറയിലൊന്നുമല്ല. ഇത് വെറും ഒരറിവ് മാത്രമാണ്. യഥാർത്ഥ തിരിച്ചറിവ് കിടക്കുന്നത് ആരാണ് ഞാൻ, ആരാണ് നീ, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവ് അത് വേദങ്ങളിലാണ്. അപ്പൊ അറിവ് തേടി നടക്കുമ്പോൾ നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള ദൂരം കുറച്ചു തരും എന്ന് വിശുദ്ധ ഖുർആൻ. എന്താണ് സ്വർഗമെന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. 3 സ്വർഗങ്ങളും 3 നരകങ്ങളും. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോ ഓരോ അറിവുള്ളവനും മനസ്സിലാക്കുക, അവനേക്കാൾ അറിവുള്ളവൻ അവന് മുകളിലുണ്ട് എന്ന് പറയുമ്പോൾ, ഇന്ന് ഞാൻ കേരളത്തിൽ, ഞാൻ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ഈ ഇരിക്കുന്ന ആൾക്കാരാണ് സഹോദരങ്ങളാണെന്ന് വിചാരിക്കരുത്. എന്റെ വീക്ഷണം കേരളമാണ്. കേരളത്തിനെയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്ലാസ്, ഈ പ്രഭാഷണം കഴിയുന്നതുവരെയും സത്യം സത്യമായേ പറയാവൂ. അദ്ദേഹം എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് പടച്ചോൻ എന്നാണ്, ദൈവം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ 4 പേർ ചേർന്ന് 3 പേർ ചേർന്ന് പരദൂഷണം പറയുന്നതിന്റെ ഇടയിൽ 4-മനായി ഞാൻ ഉണ്ടാകും, നീ ആർക്കെതിരെ പണിയുന്നു എന്ന് കേട്ടിട്ട് നിനക്ക് ശിക്ഷ തരാൻ എന്ന്. ഇവിടെ ഉദ്ബോധനമാണ്, ബോധവൽക്കരണമാണ്, ഉപദേശമല്ല. അപ്പൊ ഇവിടെയും പടച്ചവന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം നിങ്ങളെ സ്പർശിക്കും. എന്റെ ക്ലാസുകളുടെ വിജയം ഞാനല്ല. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചിട്ടില്ല എങ്കിൽ എനിക്കിവിടെ നിൽക്കാനേ പറ്റത്തില്ല. നിങ്ങളെ സ്പർശിക്കും. പക്ഷെ ഈ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്പർശിക്കില്ല കേട്ടോ.
എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പടച്ചവൻ സ്പർശിക്കണമെന്നാണ്. പക്ഷേ നിങ്ങളിൽ പലരെയും പടച്ചവൻ സ്പർശിക്കുമോ ഇല്ലയോ എന്ന് ഈ പ്രഭാഷണം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. കഴിയുമ്പോഴല്ല, നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, തല പോയാലും ശരി സത്യം സത്യമായി തന്നെ പറയണം. അങ്ങനെ സത്യം പറയുകയും സത്യത്തിലൂടെ ജീവിക്കുകയും സത്യം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ് സത്യവിശ്വാസി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഇന്ന് ആയിരക്കണക്കിന് പോയിന്റ്സ് കിട്ടും. റിയാലിറ്റി ഷോയിലൂടെയാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെയും അതല്ലാതെ തന്നെ നടക്കും. നമുക്ക് നോക്കാം. അപ്പൊ അറിവ് നേടണം എന്ന് പടച്ചവൻ പറയുമ്പോൾ, ദൈവം പറയുമ്പോൾ, വേദങ്ങളിലൂടെ പറയുമ്പോൾ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ആ ഭർത്താവ് വലിയ വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭാര്യ പറയുന്ന ആക്ഷൻ, നിങ്ങളവിടെ മിണ്ടാണ്ടിരിക്കും, നിങ്ങൾക്കൊന്നും അറിയില്ല, എനിക്കറിയാം, ഞാൻ ചെയ്തോളാം എന്ന്. ചില വീടുകളിൽ ഭാര്യ വലിയ വലിയ കാര്യങ്ങൾ ഭർത്താവിനോട് പറയാനായിട്ട് ചെല്ലും. ഭർത്താവ് പറയും, നീ അവിടെ മിണ്ടായിരിക്കും, നിനക്കൊന്നും അറിയില്ല, ഞാൻ ചെയ്തോളാം എന്ന്. ഇത് കേട്ട് വളരുന്ന ഇന്ന് LP സ്കൂളിലും UP സ്കൂളിലും ഹൈസ്കൂളിലും പഠിക്കുന്ന മക്കൾ ഈ പാരന്റ്സിനോട് പറഞ്ഞു തുടങ്ങി, നിങ്ങൾ രണ്ടുപേരോടെ മിണ്ടായിരിക്കും, നിങ്ങൾക്കൊരു പുണ്ണാക്കും അറിയില്ല, ഞങ്ങളെല്ലാം ചെയ്തോളാം. ഇത് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ. മാതാപിതാക്കളെക്കാൾ, ഹുദവിമാരെക്കാൾ, ഉസ്താദുമാരെക്കാൾ, ഗുരുക്കന്മാരെക്കാൾ, അധ്യാപകരെക്കാൾ വലിയ അറിവുള്ള കൊച്ചുമക്കൾ 10ാം ക്ലാസ് കൊണ്ട് തന്നെ അവരെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് അഹങ്കരിക്കുന്ന വ്യക്തികൾ. ഇവർക്കുണ്ടാകാൻ പോകുന്ന പരാജയം വരാൻ പോകുന്ന ദിവസങ്ങളിൽ കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ ഇടയിലൂടെ നിങ്ങൾ കാണും, നിങ്ങൾ അറിയും. എന്താ നമ്മുടെ പ്രത്യേകത? കേരളത്തിന്റെ ഒരു ശാപം എന്താണ്? കേരളം നല്ല സംസ്ഥാനമാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. നമുക്കെല്ലാം നല്ല മെഷീനറിയുണ്ട്, നല്ല സർക്കാരുണ്ട്, നല്ല വിദ്യാഭ്യാസ വകുപ്പുണ്ട്, നല്ല പോലീസുണ്ട്. ഞാൻ പോലീസിന്റെ ട്രെയിനറാണ്, പോലീസ് അക്കാഡമിയിലും പോലീസിന്റെ കോളേജിലുമല്ല. എക്സൈസിന്റെയും കൗൺസിലറാണ്. നല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. ബണ്ടി ചോർ എല്ലാ സംസ്ഥാനങ്ങളെക്കാരെയും പറ്റിച്ചു കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്തു? വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ പൊക്കി. അപ്പൊ അത്രയ്ക്ക് മിടുക്കർ പോലീസാണ് നമ്മുടെ പോലീസ്. നമ്മുടെ എക്സൈസ് നല്ല എക്സൈസാണ്. എല്ലാ തലത്തിലും കേരളത്തിൽ മിടുക്കർ ആവശ്യം പോലെയുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ കുറച്ച് മൂല്യങ്ങൾ, വാല്യൂസ്, അത് നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, മാതൃത്വം ദിവ്യമാണ്. പക്ഷെ അമ്മ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമ്പോൾ അതിന്റെ പാരന്റ്സ് ആ കുട്ടിയുടെ ഹൃദയത്തിൽ ആത്മീയതയുടെ ഒരു വിത്തുകൂടെ പാകണം എന്ന്. 15 വയസ്സിനുള്ളിൽ മക്കൾക്ക് വിശുദ്ധ ഖുർആന്റെ ആശയം മുഴുവൻ വ്യക്തമായി കൃത്യമായി പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിരിക്കണം എന്ന് എത്ര മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ചെയ്യാത്തവർക്ക് പണി വരും. ഇന്ന് ഞാൻ കേരളത്തിൽ കണ്ടുവരുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ആരെ അംഗീകരിക്കാറില്ല, ശരിയല്ലേ? എന്നാൽ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ ദേഷ്യം വരും. നമ്മൾ ആരെ ആദരിക്കാറില്ല, എന്നാൽ നമ്മളെ ആദരിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാറില്ല, എന്നാൽ നമുക്കെന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നെഞ്ചിലിടിച്ച് കരയും. 3 മക്കളുണ്ടെങ്കിൽ ഒരു കൊച്ചിന് കുറഞ്ഞു പോയാൽ ആ കൊച്ച് കീറലായിരിക്കും കംപ്ലീറ്റ്, അല്ലേ? എന്താ വേദം പഠിപ്പിക്കുന്നത്? നീ മറ്റുള്ളവർക്ക് കൊടുക്കൂ എന്നാണ്. അതാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നത്, എങ്ങനെ ജീവിക്കണം എന്ന്. അദ്ദേഹം കഴിക്കാനായി എടുത്തു വെച്ചിരിക്കുന്ന സാധനം പോലും ആരെങ്കിലും വന്ന് വിളിച്ചാൽ, കരഞ്ഞാൽ, ചോദിച്ചാൽ അപ്പോഴെടുത്തുകൊണ്ട് കൊടുക്കും. നമ്മളോ? അപ്പൊ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തിയാൽ ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആൾ, അദ്ദേഹം ആ അദൃശ്യ ശക്തി നിങ്ങളെ സ്പർശിച്ചു എന്ന് വരും. സ്പർശിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് വിജയമായിരിക്കും. ഞാൻ കഴിഞ്ഞ കുറെ നാളുകൊണ്ട് കാണുന്നു, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ആശയം പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനെ എല്ലാ നന്മകളും ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിലും പുറകിലും പടച്ചവൻ മാലാഖമാരെ, മലക്കുകളെ കാവലേർപ്പെടുത്തും എന്ന് ഞാൻ ഇന്ന് കണ്ടു. ഇന്നും ഇന്നലെയും പല സമയങ്ങളിൽ കാണുന്നു. മലക്കുകൾ റഫീഖിന്റെ രൂപത്തിലും മലക്കുകൾ ആ രൂപത്തിലും പല സ്ഥലങ്ങളിലും എന്നോടൊപ്പം അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ആലോചിക്കണം.